പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. ഉത്തരം ശാസ്താംകോട്ട തടാകം. തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? പെരിയാർ. കേരളത്തിലെ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ടിരുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? 1924. ദക്ഷിണ ഭഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത്? പമ്പ നദി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? ഉത്തരം പുന്നമട കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഭാരതപ്പുഴ. നീലഗിരി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ? ഉത്തരം കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ട് കായൽ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം തൂതപ്പുഴ. ആശ്രമക്കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ഉത്തരം അഷ്ടിമുടി കായൽ. കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട. പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ്? പമ്പ നദി. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം. കേരളത്തിൽ എത്ര നദികളുണ്ട്? ഉത്തരം 44. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ? ഉത്തരം തോട്ടപ്പള്ളി സ്പിൽവേ. ആലുവ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പെരിയാർ.